ഇതിൻ്റെ പ്രായോഗിക പ്രശ്നം 10 വർഷമായിട്ട് ബസ് വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. വാങ്ങിയ ബസ്സുകളെല്ലാം പഴുതായി. അപ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ 3 ഇരട്ടിയെല്ലാം ചാർജ് കൊടുത്ത് കേരളത്തിലേക്ക് വരേണ്ട സ്ഥിതിയാണ് ഓണക്കാലത്ത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല ബസ്സുകൾ, കഴിയുന്നതും എയർ കണ്ടീഷൻ ബസ്സുകൾ എടുത്ത് ഇന്ന് സ്വകാര്യ മേഖലയിൽ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. 3000 രൂപ 4000 രൂപയൊക്കെയാണ് 1500 രൂപ ടിക്കറ്റിന് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് ബസ്സുകൾ നോക്കി. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ ബസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ബസ് എടുക്കുന്നു എന്നുള്ളതല്ല. അതുകൊണ്ട് ബസ്സുകൾ തരാൻ തയ്യാറുള്ള ആളുകളോട് ഞാൻ ഈ മാധ്യമത്തിൽ കൂടെ തന്നെ അഭ്യർത്ഥിക്കുകയാണ്, നല്ല കണ്ടീഷനുള്ള ബസ്സുകൾ ഈ ഓണക്കാലം തന്നെ തരികയാണെങ്കിൽ ഞങ്ങൾ അതാത് ദിവസത്തെ കളക്ഷൻ തന്നെ കൊടുക്കാൻ തയ്യാറാണ്. അത്രയും വിശ്വാസം KSRTCയെ കുറിച്ച് ആളുകൾക്കില്ലാത്തൊരു പ്രശ്നമുണ്ട്. അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. KSRTC ഇപ്പോൾ കറണ്ടായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിലൈസ്ഡാണ്. അതുപോലെ തന്നെ ശബരിമലയുടെ കാര്യത്തിലും സാധാരണ 100 കണക്കിന് ബസ് KSRTC വാങ്ങിയിട്ട് അത് ഇടുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ശബരിമല ഭക്തന്മാരുടെ കാര്യത്തിലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കരാറിന് തയ്യാറാണ്. അല്ലെങ്കിൽ നമുക്ക് അവരുടെ തീർത്ഥാടകരുടെ ആ വലിയ തിരക്കിനോട് നീതി പുലർത്താൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു ഓപ്പണായിട്ട് നമ്മൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ഏത് ബസ്സും കുറച്ച് കഴിയുമ്പോൾ കേടുവരുമല്ലോ, അതാണ്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും പറയാം. അല്ല, അങ്ങനെ പറയുന്നവരോട് ഞാൻ തടസ്സമല്ല എന്ന് പറയാം. അതിൽ അബദ്ധത്തിന് കുറച്ച് ദിവസം കൊടുത്തിരുന്നു. അങ്ങനെയുണ്ടല്ലോ, പുതിയൊരു കാര്യമല്ലേ. ഇനി അബദ്ധമാണോ അല്ലേ എന്നുള്ളതൊന്നും നോട്ടമില്ല. ഉടനെ സസ്പെൻഷനായിരിക്കും. ഞാൻ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഇത് അങ്ങേയറ്റം പോപ്പുലറായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്, പദ്ധതിയാണ്. ഇത് KSRTCയുടെ പദ്ധതിയല്ല, ഇത് സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ്. ഈ സ്ത്രീ ശാക്തീകരണ പദ്ധതിയെ അട്ടിമറിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ കടുത്ത നടപടികൾ സ്വീകരിക്കും. സസ്പെൻഷനും പിന്നീട് വളരെ വേഗം അത് ഡിസ്മിസലിലേക്കും പോകും. ഓവർലോഡിന്റെ ഒരു പ്രശ്നം ഈ പ്രിയദർശിനി പല സ്ഥലത്തും സ്ത്രീകൾ കയറുന്നതുകൊണ്ടുള്ള പ്രശ്നം വരുന്നത് എങ്ങനെയാണ് അതിനെ പരിഹരിക്കാൻ കഴിയുന്നത്? ആളുകൾ ആദ്യഘട്ടത്തിൽ വളരെ തരത്തിൽ കയറുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അവരോട് നിങ്ങളെ കയറ്റില്ല എന്ന് പറയാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ നാട്ടിലില്ലല്ലോ. അത് വളരെ ശ്രദ്ധിച്ച് ഓടിക്കുകയും ശ്രദ്ധിച്ച് നല്ല രീതിയിലാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും കുറച്ച് കണ്ടക്ടർമാർ ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മുടെ KSRTC ജീവനക്കാരെ അടച്ചാക്ഷേപിക്കാനൊന്നും ഞാനില്ല. കാരണം അവരേതാണ്ട് 80% സ്ത്രീ യാത്രക്കാരധികമാണ്. അപ്പോൾ അവരോടൊക്കെ വളരെ മാന്യമായ തരത്തിലും നല്ല രീതിയിലും അവർ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഈ പരിപാടി വിജയിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഇതുമായി സഹകരിക്കുന്ന 99% അല്ലെങ്കിൽ അതിലധികം വരുന്ന ജീവനക്കാരോടും എനിക്ക് അവരോട് വളരെ സ്നേഹമാണുള്ളത്, നന്ദിയാണുള്ളത്. പക്ഷേ ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. അവരോട് കടുത്ത നടപടി സ്വീകരിക്കും. ഇപ്പോൾ ഓവർലോഡ് എന്നുള്ളത് കർശനമായിട്ട് പറയുകയാണെങ്കിൽ അതിലൊരു ശ്രദ്ധ വേണ്ടെന്നല്ല, അത് നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം ആളുകളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്.